റോബോട്ടിക് സർജറി ഫസ്റ്റ് ടൈമാണ് വടകരയിൽ ചെയ്യുന്നത്. തേയ്മാനം വന്ന മുട്ടിനെ നോർമൽ മുട്ടിൻ്റെ അതേ പൊസിഷനിൽ ഈ ഇടുന്ന സാധനം, റീപ്ലേസ് ചെയ്യുന്ന സാധനം വെക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ലോഞ്ചിവിറ്റി കൂടുതലായിരിക്കും, അതിൻ്റെ സക്സസ് റേറ്റും കൂടുതലായിരിക്കും, നോർമൽ ആക്ടിവിറ്റീസും കുറച്ച് ഫാസ്റ്റ് റിക്കവർ ആയിട്ട് വരും. വടകര ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരം. പ്രശസ്ത ഓർത്തോപീഡിക് റോബോട്ടിക് സർജൻ ഡോക്ടർ CM അസ്ഹറിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീമാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. സാധാരണ ശസ്ത്രക്രിയകളെ അപേക്ഷിച്ച് റോബോട്ടിക് ശസ്ത്രക്രിയയിൽ സുഖപ്രാപ്തി വേഗത്തിലായിരിക്കുമെന്നും രക്തസ്രാവം കുറവായിരിക്കുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. ആദ്യമായിട്ട് നമ്മൾ റോബോട്ടിക് TKR എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വടകരയിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. വടകരയിൽ ആദ്യമായിട്ടാണ് ഒരു റോബോട്ടിക് TKR ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു അഭിമാനകരമായൊരു നിമിഷമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നിന്നുള്ള പല പേഷ്യൻസും നമ്മൾ കോഴിക്കോടും കണ്ണൂരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി മുതൽ അവർക്ക് വടകരയിൽ തന്നെ ഒരു ലോകോത്തര ഒരു ചികിത്സ ഒരു കുറഞ്ഞ ചിലവിൽ, ഒരു മിതമായ നിലവിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ലക്ഷ്യം. അത് ഡോക്ടർ CM അസ്ഹറിൻ്റെ നേതൃത്വത്തിലാണ് സർജറി സക്സസ്ഫുള്ളായിട്ട് നടന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് CM അസ്ഹർ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം AI കാലഘട്ടമാണ് അല്ലേ? ഏറ്റവും ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക് സർജറി, എല്ലാ ഫീൽഡിലും റോബോട്ടിക് സർജറി ഉണ്ട്. യൂറോളജി ഉണ്ട്, ഗാസ്ട്രോളുണ്ട്, അതുപോലെ തന്നെ ഓർത്തോയിലുണ്ട്. കാലിക്കറ്റൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം 1-2 വർഷമായി ശരിക്ക്. പക്ഷെ വടകരയിൽ നമുക്ക് ഇതാദ്യമായിട്ടാണ്. റോബോട്ടിക് മുട്ടുമാറ്റി വയ്ക്കൽ മാത്രമല്ല, ഏത് സർജറി നോക്കുകയാണെങ്കിലും റോബോട്ടിക് സർജറി ഫസ്റ്റ് ടൈമാണ് വടകരയിൽ ചെയ്യുന്നത്, വടകര ഈ പ്രദേശത്ത്. അപ്പോൾ നോർമൽ സർജറിയും റോബോട്ടിക് സർജറിയും കുറേ ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? സാധാരണ സർജറി ഇപ്പോൾ നമ്മൾ മുട്ടുമാറ്റി വയ്ക്കൽ തന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ വടകര ഓൾമോസ്റ്റ് 100ഓളം നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തു. TKR എന്ന് പറഞ്ഞാൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്നാണ്, മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അതായത് തേയ്മാനം വന്ന് മുഴുവനായിട്ട് ഡാമേജ് ആയി വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്ത സമയത്ത് പ്രായമുള്ള ആൾക്കാർക്ക് ചെയ്യുന്ന സർജറിയാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ, TKR എന്ന് തന്നെ പറയും. അപ്പോൾ അത് നോർമലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഞാൻ പറയില്ല 100ഓളം ചെയ്തു. ഇപ്പം ലേറ്റസ്റ്റ് അഡ്വാൻസ് ആയിട്ടാണുള്ളത് ഈ റോബോട്ടിക്. അതായത് റോബോട്ട് ചെയ്യാന്നുള്ളതല്ല, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ റോബോട്ടിക് പ്രസിഷനോടുകൂടെ. അതിൻ്റെ റോബോട്ടിക് ആം ഉണ്ടാവും. അത് വെച്ചിട്ട് ഇപ്പം നീ റീപ്ലേസ്മെൻറ്റ് സർജറിയുടെ കുറേ പ്രധാന ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുട്ടിൻ്റെ നമ്മളുടെ മുട്ടുണ്ടല്ലോ, തേയ്മാനം വന്ന മുട്ടിനെ നോർമൽ മുട്ടിൻ്റെ അതേ പൊസിഷനിൽ ഈ ഇടുന്ന സാധനം, റീപ്ലേസ് ചെയ്യുന്ന സാധനം വെക്കുക എന്നുള്ളതാണ്. അലൈൻമെൻറ്റ് എന്ന് പറയും, നോർമൽ അലൈൻമെൻറ്റ്. ഓരോ മുട്ടും ഓരോ അലൈൻമെൻറ്റിലാണ് ശരിക്കും. നമ്മളൊരു 100 ആൾ എടുത്തു നോക്കിയാൽ ഓരോ മുട്ടും ഓരോ അലൈൻമെൻറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം അത് നോക്കും, ഒരാളുടെ അലൈൻമെൻറ്റ് എന്താണ്. അതേ അലൈൻമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റോബോട്ടിക് പ്രസിഷനിൽ വെക്കാൻ പറ്റും. നോർമലി സർജറി ചെയ്യാം, നമ്മളിപ്പോൾ സാധാരണ കൺവെൻഷണൽ എന്ന് പറയും, റോബോട്ടിക് സഹായം ഇല്ലാതെ ചെയ്യാം. പക്ഷെ അത് ഇത്രയും പ്രിസൈസ് ആയിട്ട് അത് കിട്ടണമെന്നില്ല, മനസ്സിലായി? ഇത് കമ്പ്യൂട്ടർ നാവിഗേഷൻ വെച്ചിട്ട് അത് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒന്ന് പ്രിസിഷനാണ് അതിൻ്റെ കറക്റ്റ്, അതായത് നാച്ചുറൽ അനാട്ടമി എന്ന് പറയും. പഠിച്ച് നമുക്ക് തന്ന അതേ മുട്ടിൻ്റെ അതേ ഘടനയോടുകൂടി അത് വെക്കാൻ പറ്റും. ഇംപ്ലാന്റ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോഞ്ചിവിറ്റി കൂടുതലായിരിക്കും, അതിൻ്റെ സക്സസ് റേറ്റും കൂടുതലായിരിക്കും. പിന്നെ അതിൻ്റെ ഫങ്ഷണൽ എബിലിറ്റി, അതായത് സ്റ്റെപ്പ് കയറുക, ഇറങ്ങുക, നോർമൽ ആക്ടിവിറ്റീസും കുറച്ച് ഫാസ്റ്റ് റിക്കവർ ആയിട്ട് വരും. പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ സ്റ്റെപ്പിൽ പറയുകയാണെങ്കിൽ, അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ നമ്മൾ സർജറി ചെയ്യുമ്പോൾ മുട്ടുമാറ്റി വെക്കുമ്പോൾ കുറേ പേശികളെ നമുക്ക് റിലീസ് ചെയ്യേണ്ടി വരും. സാധാരണ നിങ്ങൾ അറിയായിരിക്കും, മുട്ടൊക്കെ ഇങ്ങനെ വളഞ്ഞ കാലമൊക്കെ ആയിരിക്കും നമ്മൾ നേരെയാക്കുക സർജറി ചെയ്യുമ്പോഴേ. അപ്പം വളഞ്ഞ കാല് നേരെ ആക്കണമെങ്കിൽ സാധാരണ പേശികളും ലിഗമെൻ്റൊക്കെ കുറേ റിലീസ് ചെയ്യണം. റിലീസ് ചെയ്യാന്ന് വെച്ചാൽ കട്ട് ചെയ്യേണ്ടി വരും, എങ്കിലേ അത് ഷേപ്പ് നേരെയായി വരുള്ളൂ. ഈ റോബോട്ടിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടി വരില്ല. ബോണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രിസിഷൻ കൊടുക്കാൻ പറ്റും. ഒരു 2 ഡിഗ്രി വൈറസ് കട്ട് എന്ന് പറയും, ചെറിയൊരു കട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന കുറവായിരിക്കും, സാധാരണ സർജറിനേക്കാളും വേദന കുറവായിരിക്കും, ബ്ലീഡിങ്ങും കുറവായിരിക്കും. ബ്ലീഡിങ് കുറയാനുള്ള വേറൊരു കാരണം പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ സാധാരണ കൺവെൻഷണൽ, അതായത് സാധാരണ നോർമൽ റീപ്ലേസ്മെൻറ്റിൽ നമുക്ക് മജ്ജ തുറന്നിട്ടാണ് ഇത് ചെയ്യാം. ഈ കട്ടെടുക്കുക ഷേപ്പ് ചെയ്യുന്നത് മജ്ജ തുറന്നിട്ടാണ്. ഇതിൽ മജ്ജ തുറക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മജ്ജ തുറക്കുമ്പോഴാണ് ബ്ലീഡിങ് വരിക. അപ്പോൾ ബ്ലീഡിങ് ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ബ്ലഡ് കയറ്റേണ്ടി വരില്ല. പൊതുവെ നമ്മൾ 2 സർജറി ചെയ്തു. കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ചയും ചെയ്തു, ചൊവ്വാഴ്ചയും ചെയ്തു.
ആ പേഷ്യൻറ്റ് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. സാധാരണ നമ്മൾ ഒരു മുട്ട് ചെയ്താൽ ഒരു ബ്ലഡ് സാധാരണ കയറ്റും, കാരണം ഒരു പൈൻറ്റ് പോകുന്ന. പക്ഷെ മജ്ജ കൊടുക്കേണ്ട ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം മജ്ജ തുറക്കണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഡേ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്ലഡ് കൊടുക്കേണ്ട, വേഗം നടക്കാൻ പറ്റും. ഫങ്ഷണൽ അതായത് റിട്ടേൺ ടു നോർമൽ ആക്ടിവിറ്റി കുറച്ചും കൂടെ ഫാസ്റ്ററാണ്. പിന്നെ ഏത് സർജറിക്കും വേദനയൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ ഇതിനും വേദനയൊക്കെ ഉണ്ടാവും, കാരണം സർജറി തന്നെയാണല്ലോ. പക്ഷെ കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് അത് റിക്കവർ ചെയ്യും, കാരണം നമ്മൾ പേശി അധികം കട്ട് ചെയ്യണില്ല, മജ്ജ തുറക്കണില്ല. അതുപോലെ തന്നെ കട്ട് ചെയ്യുന്നത് തന്നെ പ്രിസൈസ് ആയിരിക്കും, മാറ്റി കട്ട് ചെയ്യേണ്ടി വരില്ല. കാരണം സർജറി ചെയ്ത് കഴിഞ്ഞാൽ മുട്ട എങ്ങനെയായിരിക്കും എന്ന് സർജറിയുടെ മുന്നേ തന്നെ അത് പറഞ്ഞു തരും. മനസ്സിലായില്ലേ? അതിൻ്റെ നാവിഗേഷനിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് നമുക്ക് ആദ്യം അറിയാം. അപ്പം ഇപ്പം അതിൽ കുറച്ച് ടൈറ്റ് ഉണ്ട്, അപ്പോൾ അത് റിലീസ് ചെയ്യണം, അതൊക്കെ ആദ്യം നമുക്ക് ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം ഫൈനലൈസ് ചെയ്തതിന് ശേഷമാണ് സർജറിയിലേക്ക് കിടക്കുക. അപ്പം വളരെ അത് നമ്മൾ ഓർത്തോയിൽ മാത്രമല്ല, എല്ലാത്തിലും റോബോട്ടിക് സർജറിയുടെ കാലമാണ് ഇപ്പം, എല്ലാത്തിലും. പണ്ട് നമ്മൾ കേട്ട പോലത്തെ റോബോ അല്ല. അതായത് പണ്ട് അല്ലേ അമേരിക്കയിൽ നിന്ന് ഒരാൾ സർജറി ചെയ്യും, ഇവിടുന്ന് ഒരാൾ കിടന്നു കൊടുക്കണം, അത് അങ്ങനെയല്ല ഇത്. അത് സേഫ്റ്റി ഫാക്ടർ ഇതിനുണ്ട്. ചില ആൾ ചോദിക്കും, ചില ആൾക്കാർ പറയും റോബോ ചെയ്യണ്ടെങ്കിൽ സാറ് ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനത്തെ കേസ് ഇതിനില്ല, നമ്മൾ തന്നെ ചെയ്യാം. പക്ഷേ റോബോട്ടിക് പ്രെസിഷൻ യൂസ് ചെയ്യും, അതിൻ്റെ കറക്റ്റ് വ്യക്തമായ രീതിയിൽ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റ് റിക്കവറിയാണ് ഇതിന് വരുന്നത്. പിന്നെ കോസ്റ്റ് ഫാക്ടർ ഉണ്ട്, എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല, കാരണം അതിൻ്റെ മെഷീൻ തന്നെ ക്രോർസൊക്കെ ഉണ്ട് ഈ സാധനത്തിന്. അപ്പം എന്തായാലും പിന്നെ അതിൻ്റെ യൂസ് ചെയ്യുന്ന സാധനം നോർമൽ ചെയ്യുന്നതിനേക്കാളും ഒരു 50-60,000 എക്സ്ട്രാ വരും. അപ്പം അഫോർഡബിൾ ആണ് ആൾക്കാർക്കും. യങ് ആയിട്ട് ആൾക്കാർ, അതായത് 50 വയസ്സ് 60 വയസ്സുള്ള ആൾക്ക് ചില ആൾക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നല്ല ഓപ്ഷനാണ് എന്ത് ഈ റോബോട്ടിക് ടേക്ക് കെയർ.